വിജയുടെ മകൻ സഞ്ജയോടെ സിനിമയിലേക്ക് എത്തിയപ്പോൾ എല്ലാവരുടെയും ഭയം എന്നത് സംഗീത വിജയ്ക്കെതിരെ നിരത്തുന്നതാണോ മകനെ എന്നതാണ്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല എന്നും മറിച്ച് അച്ഛനോട് പറഞ്ഞിട്ടാണ് സിനിമയിലേക്ക് മകൻ എത്തിയിട്ടുള്ളതെന്നും പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ്. എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയാനും സാധിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇത് സംസാരിക്കുമ്പോൾ പ്രേക്ഷകർ അത് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സംഗീത വിജയ്ക്കെതിരെ മകനെ നിരത്തിയില്ല എന്നതുകൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. ഇതിലൂടെ പ്രേക്ഷകർ കൂടുതൽ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വിജയ് സംഗീത വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഓരോ ആരാധകരും വളരെയധികം കൃത്യമായി തന്നെയാണ് വാക്കുകൾ എടുക്കുന്നത്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം മനസ്സിലാവുകയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായി പങ്കുവെക്കുകയും ചെയ്യുന്നത് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരാധകരും ഇതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ നിൽക്കുന്നത്. ആരാധകർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നതാണ് സത്യം. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന പോലെ ആരാധകരുടെ സ്നേഹം വളരെയധികം തന്നെ മനസ്സിലാവുന്നുണ്ട്. സഞ്ജയോടും പ്രേക്ഷകർക്ക് വല്ലാത്ത സ്നേഹമാണ്. കുട്ടിത്തളപതി എന്ന രീതിയിൽ എല്ലാവരും സഞ്ജയുടെ വീഡിയോ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ സഞ്ജയോടൊപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം വൈറലാകുന്നു. ജനനായകൻ്റെ റിലീസിനോടനുബന്ധിച്ച് തൻ്റെ സിനിമയുടെ മാറ്റവും അദ്ദേഹം കുറിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ സിനിമയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ മകൻ സിനിമയിലേക്ക് കടന്നു കയറുന്നതാണ് എല്ലാവരും നോക്കുന്നത്. ഉറ്റുനോക്കുന്ന ഒരു വിഷയവും ഇതുതന്നെയാണ് എന്ന് പറയണം. കാരണം ഓരോ തവണയും ഇത്തരത്തിൽ മക്കൾ സിനിമയിലേക്ക് എത്തുമ്പോൾ അച്ഛന്മാർ മാറുന്ന ഒരു ചരിത്രം തമിഴ് സിനിമ പോയിട്ട് ഇതുപോലെ ഒരുപാട് സിനിമ ഇൻഡസ്ട്രികൾ കാണുകയും ചെയ്യുന്നുണ്ട്. അച്ഛനും മകനും ഒരുപോലെ ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് വളരെ വിരളമാണ് എന്നുകൂടി പറയണം. ആ ഒരു ഘട്ടം എടുത്ത് നോക്കുമ്പോൾ വിജയ് ഈ സമയത്ത് ഇലക്ഷനിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞതും മകൻ സിനിമയിലേക്ക് വന്നതും യാദൃച്ഛികമല്ല, മറിച്ച് ഇതൊക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നത് വിജയെ ധിക്കരിച്ചിട്ടല്ല മകൻ സിനിമയിലേക്ക് വന്നത് എന്നതാണ്. വിജയെ ധിക്കരിച്ച് മകന് സിനിമയിലേക്ക് എത്താനും സാധിക്കില്ല. ഓരോ തവണയും ഓരോ ഇടത്തും അത് വിജയുടെ മകനാണ് എന്ന് ഉറക്കെ എല്ലാവരും പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും അത് നിഷേധിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എതിർക്കാനോ സാധിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ താൻ സിനിമയിലേക്ക് വരികയാണ് എന്ന് ജെയ്സൺ സഞ്ജയ് തീരുമാനിച്ച സമയം തൊട്ട് തന്നെ ആദ്യം പറഞ്ഞതും അച്ഛൻ്റെ അടുത്ത് തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങളും ഇതിൽ വ്യക്തമായി തന്നെ പ്രേക്ഷകരുടെ പ്രീതി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ വാക്കുകൾ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.